നാഗകന്യക 7 എപ്പിസോഡ് 49 എല്ലാവർക്കും സ്വാഗതം. ശേഷം അഹാനയും രാധികയും ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറി ശിവലിംഗത്തിൽ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അഹാന രാധികയോട് നാഗമാണിക്യം മഹാദേവനെ ഏൽപ്പിക്കണം, ഇന്നത്തെ ദിവസം നാഗമാണിക്യം ആര് സൂക്ഷിക്കണമെന്ന് മഹാദേവൻ തീരുമാനിക്കുമെന്ന് പറയുകയാണ് അഹാന. നാഗമാണിക്യം എവിടെയാണോ ഇരിക്കേണ്ടത് അത് അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് വാശിയോടെ നിൽക്കുകയാണ് രാധിക. ശേഷം രണ്ടുപേരും തപസ് ചെയ്യുകയാണ്. രണ്ടുപേരും കണ്ണടച്ച് മന്ത്രം ഉരുവിട്ട് ഇരിക്കുകയാണ്. ഈ സമയം ക്ഷേത്രത്തിന്റെ പുറത്ത് നിൽക്കുന്ന മുത്തശ്ശി ഭൂമിയിലെ കാലാവസ്ഥയ്ക്ക് എന്ത് മാറ്റങ്ങൾ ഉണ്ടായാലും അത് ഗുപ്ത ക്ഷേത്രത്തിനെ ബാധിക്കില്ല. ഗുപ്ത ക്ഷേത്രത്തിന്റെ അകത്തുള്ള കാലാവസ്ഥ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അതികഠിനമായിരിക്കും. തപസ്സും താണ്ഡവും കഴിയാതെ ഒരു മനുഷ്യനും അകത്തേക്ക് കയറാൻ കഴിയില്ല എന്ന് പറയുകയാണ്. ഈ സമയം അഹാനയും രാധികയും തപസ് ചെയ്യുന്ന സ്ഥലത്ത് മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അതൊന്നും ശ്രദ്ധിക്കാതെ തപസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. നാഗറാണിയുടെ തപസ് തടസ്സപ്പെടുത്താൻ ആരെയും സമ്മതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഫാണിയും പ്രഥമും. ഈ സമയം ശിവലിംഗത്തിൽ പ്രകാശം വരികയാണ്. പൂരവിന്റെ ഫോൺ കോൾ കാണുന്ന ഏരുള് പൂരവിന്റെ കാൾ അറ്റൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഏരുള് പൂരവിനോട് അനന്തയ്ക്ക് തപസ് മുടങ്ങാതെ ചെയ്യാൻ കഴിയും, പക്ഷേ രാധികയ്ക്ക് ഈ കാലാവസ്ഥയോട് പൊരുത്തി നിൽക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അനന്തയുടെ തപസ് തടസ്സപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം രാധിക കണ്ടുപിടിച്ച് കാണുമെന്ന് പറയുകയാണ് ഏരുള്. അത് കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് പൂരവ്. ഈ സമയം വിശാഖ വരികയാണ്. വിശാഖ നാഗരൂപത്തിൽ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറുകയാണ്. ശേഷം യഥാർത്ഥ രൂപത്തിലാവുകയാണ്. ഒരാൾ ജയിക്കുമെന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അയാളെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിന്റെ അകത്ത് നിൽക്കുകയാണ് വിശാഖ. വിശാഖ രണ്ടുപേരും തപസ് ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് വിശാഖ അഹാനയെ നോക്കിയിട്ട്, നിന്റെ പേരൻസ് ചെയ്യുന്ന തെറ്റിന്റെ ഫലം നീ മാത്രമല്ല ഈ നാഗവംശം മുഴുവൻ അനുഭവിക്കും. ഞാൻ നിന്റെ തപസ് മുഴുവനാക്കാൻ സമ്മതിക്കുകയില്ല, നാഗമാണിക്ക് സ്വന്തമാക്കാനും സമ്മതിക്കുകയില്ല എന്ന് പറയുകയാണ് വിശാഖ. എന്നിട്ട് വിശാഖ നാഗമായി മാറുകയാണ്. ശേഷം അഹാനയെ വിശാഖ കൊല്ലാൻ ശ്രമിക്കുന്ന സമയം അവിടെ വരുന്ന ഫാണിയും പ്രഥമും വിശാഖയെ തടയുകയാണ്. വിശാഖ ക്ഷേത്രത്തിന്റെ അകത്ത് കയറുന്നത് പ്രഥമും ഫാണിയും കണ്ടിട്ടുണ്ടായിരുന്നു. ഫാണി വിശാഖയോട്, ഞങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ നാഗറാണിയുടെ തപസ് മുടക്കാൻ ആരെയും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും വാലുകൊണ്ട് വിശാഖയെ ചുറ്റിപ്പിടിക്കുകയാണ്. ഈ നാഗലോകം മുഴുവൻ പേടിക്കുന്ന വിഷത്തിന്റെ ഉടമയായ വിശാഖയെയാണ് നിങ്ങൾ വെല്ലുവിളിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഇതിനുള്ള ശിക്ഷ മരണമാണ് എന്ന് പറഞ്ഞിട്ട് വിശാഖ അഹാനയോട്, നാഗറാണി കണ്ണു തുറന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസ്തരായ ഇവർ രണ്ടുപേരുടെയും ജീവൻ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് വിശാഖ വാലുകൊണ്ട് ചുറ്റി അവരെ രണ്ടുപേരെയും ഉപദ്രവിക്കുകയാണ്. അപ്പോഴും വിശാഖ ഈ കാര്യങ്ങൾ പറഞ്ഞ് അഹാനയെ ഭീഷണിപ്പെടുത്തുകയാണ്. ഫാണി നാഗറാണി കണ്ണു തുറക്കരുത് എന്ന് പറഞ്ഞിട്ട് അലറി വിളിക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് അഹാന കണ്ണു തുറക്കാത്തത് കാണുന്ന വിശാഖ പ്രഥമിനെ വാലുകൊണ്ട് ചുറ്റി പിടിക്കുകയാണ്. അത് കാണുന്ന ഫാണി പ്രഥമിനെ വിടാൻ പറഞ്ഞ് വിശാഖയോട് പറയുകയാണ്. ഇത്രയും ചെയ്തിട്ടും പറഞ്ഞിട്ടും അഹാന കണ്ണു തുറക്കാത്തത് കാണുന്ന വിശാഖ പ്രഥമിനെ കൊത്തുകയാണ്. പ്രഥമ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ട് വിഷമം വരുന്ന ഫാണി അലറി വിളിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അഹാന കണ്ണു തുറക്കാതെ തപസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ദേഷ്യം വരുന്ന ഫാണി പകുതി നാഗമായി മാറി വിശാഖയുമായി ഫൈറ്റ് ചെയ്യുകയാണ്. രണ്ടുപേരും നാഗമായി മാറിയും രണ്ടുപേരും ഫൈറ്റ് ചെയ്യുകയാണ്. ഫൈറ്റിന്റെ അവസാനം ഫാണിയെ വാലുകൊണ്ട് ചുറ്റിപ്പിടിക്കുന്ന വിശാഖ ഫാണിക്ക് പ്രഥമിന്റെ അവസ്ഥയായിരിക്കും. നാഗറാണിക്ക് ഫാണി സഹോദരിയെ പോലെയാണെന്ന് രാധിക പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമാണെങ്കിൽ നാഗറാണിയുടെ സഹോദരിയെ രക്ഷപ്പെടുത്താൻ നാഗറാണി തപസ് മുടക്കാനും തയ്യാറാകണമെന്ന് പറയുകയാണ് വിശാഖ. അത് കേൾക്കുന്ന ഫാണി, നാഗറാണി ഒരിക്കലും തപസ് മുടക്കരുത്, നാഗറാണി ജയിക്കണം എന്ന് പറയുന്ന ഫാണിക്ക് ഫാണി ജീവനോടെ ഉണ്ടെങ്കിൽ ഫാണിയുടെ ജീവൻ വെച്ച് നാഗറാണിയെ ഭീഷണിപ്പെടുത്തുമെന്ന് മനസ്സിലാക്കുന്ന ഫാണി സ്വന്തമായി മരിക്കുകയാണ്. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് വിശാഖ. ഇതെല്ലാം അറിയുന്ന അഹാനയുടെ മനസ്സിൽ ഫാണിയുമായുള്ള നല്ല നല്ല നിമിഷങ്ങളും ഫാണി ചെയ്ത സഹായങ്ങളുമെല്ലാം ഓർമ്മ വരികയാണ്. ഈ സമയം ഫാണിയും പ്രഥമും മരിക്കുകയാണ്. ശേഷം അവർ രണ്ടുപേരുടെയും ആത്മാക്കൾ ക്ഷേത്രത്തിന്റെ പുറത്തു വരികയാണ്. നമ്മളെ രണ്ടുപേരെയും മരണത്തിന് പോലും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഫാണി പ്രഥമിനോട് പറഞ്ഞിട്ട് ഫാണി അഹാനയെ നോക്കിയിട്ട്, ഞങ്ങളുടെ ഈ ത്യാഗത്തിന് ഫലമുണ്ടാകാൻ നാഗറാണി ഈ തപസ് പൂർത്തിയാക്കണം, എന്തെങ്കിലും എന്റെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് അഹാനയോട് യാത്ര പറഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം അഹാനയ്ക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്നാലും വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അഹാന മന്ത്രം പറഞ്ഞ് തപസ് ചെയ്യുകയാണ്. അത് കണ്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ് വിശാഖ. എങ്ങനെയെങ്കിലും അഹാനയുടെ തപസ് മുടക്കണം എന്ന് പറഞ്ഞു നിൽക്കുകയാണ് വിശാഖ. വിശാഖയോട് രാധിക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാനും മണിക്കൂർ മുമ്പ് രാധിക വിശാഖയുടെ കയ്യിൽ നാഗമാണിക്യം കൊടുത്തിട്ട് വിശാഖയോട്, എന്റെ ബാവയ്ക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ തടവിലാണ്, ഈ നാഗമാണിക്യം ഉപയോഗിച്ച് വിശാഖ അവരെ സ്വതന്ത്രമാക്കണം, എനിക്ക് ബാവയ്ക്ക് വേണ്ടി ഇത് ചെയ്തേ പറ്റൂ, കാരണം നാഗമാണിക്യത്തിന്റെ ശക്തി കൊണ്ട് അവർ രക്ഷപ്പെട്ടാൽ ബാവയും രക്ഷപ്പെടും, അതുകൊണ്ട് വിശാഖ എനിക്ക് വേണ്ടി ഈ ജോലി ചെയ്തു തരണമെന്ന് പറയുകയാണ്. ഇതെല്ലാം ഓർമ്മിക്കുന്ന വിശാഖ നാഗമായി മാറി ഗുപ്ത ക്ഷേത്രം മുഴുവൻ നോക്കുകയാണ്. അവസാനം വിശാഖ സുശാന്തയുടെ സ്റ്റാച്ചു കാണുകയാണ്. നിനക്ക് ഈ ലോകത്ത് തിരിച്ചു വരേണ്ട സമയമായി എന്ന് പറഞ്ഞ് വിശാഖ ആ സ്റ്റാച്ചുവിന്റെ നെറ്റിയിൽ നാഗമാണിക്യം വയ്ക്കുകയാണ്. എന്നിട്ട് വിശാഖ പ്രതിമയെ നോക്കിയിട്ട്, മഹാദേവനെതിരായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവരുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കും, നീ പതുക്കെ പതുക്കെ നീ മനുഷ്യനാകുന്നത് പോലെ നിന്നോടൊപ്പം തന്നെ ഈ ഗുപ്ത
ക്ഷേത്രത്തിൽ വെച്ച് ശാപം കിട്ടിയ എല്ലാ കല്ലുകളുടെയും ശാപം മാറുമെന്ന് പറയുകയാണ്. ഈ സമയം പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. സുശാന്ത മനുഷ്യനായി മാറുകയാണ്. ഇതേ സമയം തന്നെ ഇരുളിന്റെ കാലം ശരിയാവുകയാണ്. സുശാന്തയ്ക്ക് ശാപത്തിൽ നിന്ന് മോചനം കിട്ടിയെന്ന് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന സുശാന്തയ്ക്ക് സന്തോഷം തോന്നുകയാണ്. സുശാന്ത വിശാഖയോട് നന്ദി പറയുകയാണ്. എന്നിട്ട് വർഷങ്ങളായി ഒരു മനുഷ്യനെ സ്നേഹിച്ചതിന്റെ പേരിൽ എന്നെ എന്റെ ബന്ധുക്കൾ ഉപേക്ഷിച്ചു. മനുഷ്യനായ ഇരുളിനെ സ്നേഹിച്ചതിന്റെ ശിക്ഷയായാണ് ഞാൻ ഇവിടെ വെച്ച് കല്ലായി മാറിയത്. ഇന്ന് നീ കാരണം ഞാൻ സ്വതന്ത്രയായി എന്ന് പറയുകയാണ് സുശാന്ത. അത് കേൾക്കുന്ന വിശാഖ സുശാന്തയുടെ കയ്യിൽ നാഗമാണിക്യം കൊടുത്തിട്ട് ഇരുള് ക്ഷേത്രത്തിന്റെ പുറത്തുണ്ടെന്നും അന്ന് നീ വിചാരിച്ചത് നിനക്ക് ഇപ്പോൾ സാധിച്ചെടുക്കാൻ കഴിയും. അനന്തകുലത്തിലെ നാഗറാണിക്ക് ജന്മം കൊടുക്കേണ്ടവളായ നീ ആ വിധി തിരുത്തി എഴുതി. ഇരുൾ സുശാന്തയെ കാത്തു നിൽക്കുകയാണെന്ന് വിശാഖ പറയുമ്പോൾ സുശാന്ത അവിടെ നിന്നും പോവുകയാണ്. ശേഷം ക്ഷേത്രത്തിന്റെ പുറത്തു വരുന്ന സുശാന്തയെ കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. സുശാന്തയെ കണ്ട് ഇരുളും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇരുളിനെ അംഗീകരിക്കാത്തത് കൊണ്ട് സ്വന്തം കുടുംബത്തെ മുഴുവൻ സുശാന്ത കുറ്റപ്പെടുത്തുകയാണ്. സുശാന്ത അനന്തകുലത്തിനെതിരെ ഓരോന്നും പറയുകയാണ്. അത് കേൾക്കുന്ന മുത്തശ്ശി സുശാന്തയോട് ഒരു മനുഷ്യനെ പ്രണയിച്ച് നാഗമാണിക്യം മോഷ്ടിക്കാനും ശ്രമിച്ചതിന് മഹാദേവൻ നിനക്ക് ശാപം നൽകി. അതുമാത്രമല്ല നീ ചെയ്ത ആ തെറ്റിന്റെ ഫലമായി മഹാദേവൻ അനന്തകുലത്തെ ശപിച്ചു. ഇപ്പോൾ ആ ശാപം മാറ്റാൻ ഞങ്ങൾക്ക് അനന്തയുണ്ട്. അനന്ത നാഗമാണിക്യം സ്വന്തമാക്കുകയും മഹാദേവന്റെ ആശീർവാദവും ഞങ്ങൾക്ക് വാങ്ങിത്തരുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന സുശാന്ത അവരെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളൊന്നും ഒരിക്കലും വിചാരിക്കാത്തതാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആര് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ആരുടെ വിധിയാണ് മാറാൻ പോകുന്നതെന്നും നമുക്ക് കണ്ടറിയാമെന്ന് പറഞ്ഞിട്ട് സുശാന്ത എറിളിന്റെ അടുത്തേക്ക് പോവുകയാണ്. എറിളിന്റെ അടുത്ത് പോകുന്ന സുശാന്ത സന്തോഷം കൊണ്ട് എറിളിനെ കെട്ടിപ്പിടിക്കുകയാണ്. അതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മുത്തശ്ശിയും എല്ലാവരും. ഈ സമയം ബോധമില്ലാത്ത അവസ്ഥയിൽ ആര്യമ്മനെയും കൊണ്ട് അവിടെ പർമീത്തും പർജീത്തും പൂരവും രാകേഷും വരികയാണ്. ബോധമില്ലാത്ത ആര്യമ്മനെ അവിടെ ഒരു സ്ഥലത്ത് ഇരുത്തുകയാണ് പൂരവ് എറിളിനെയും സുശാന്തയെയും കാണുകയാണ്. എറിളു സുശാന്തയ്ക്ക് വേണ്ടി ഇത്രയും വർഷം കാത്തിരിക്കുകയായിരുന്നു എന്നും എറിളിന് വേണ്ടിയാണ് സുശാന്ത തിരിച്ചു വന്നതെന്നും പറഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇതെല്ലാം കാണുന്ന പൂരവ് ആര്യമ്മന്റെ ലോക്കറിന്റെ അടയാളം ഈ ക്ഷേത്രത്തിന്റേതാണെന്ന് പറയുകയാണ്. ഇതിനെല്ലാം വേണ്ടിയാണ് എരുള് അവരെ ഉപദ്രവിച്ചതും പേടിപ്പിച്ചതും എന്ന് പറഞ്ഞ് പർമീത്ത് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഇത്രയും വർഷമായി നീ ചെയ്ത തെറ്റിന് നിനക്ക് കുറ്റബോധം തോന്നുന്നില്ലേ? ഒരേ കുലത്തിൽ ജനിച്ച രണ്ട് നാഗകന്യകമാർ, അതിൽ ഒരാൾ പ്രണയം സ്വന്തമാക്കാൻ സ്വന്തം കുലത്തെ ശാപത്തിലാക്കുന്നു. അനന്ത കുലത്തിന്റെ ശാപം മാറ്റാൻ പ്രണയം ഉപേക്ഷിക്കുന്നു. രണ്ടുപേരും തമ്മിൽ ഭൂമിയും ആകാശം പോലെ നല്ല വ്യത്യാസമുണ്ട് എന്ന് മുത്തശ്ശി പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന വിശാഖയ്ക്ക് അഹാനയുടെ സ്നേഹമാണ് ആര്യമെന്ന് മനസ്സിലാവുകയാണ്. ഈ സമയം എരുളിന്റെ അടുത്ത് വരുന്ന പൂരവിനോട് എരുള് രാധികയുടെ തപസ് തുടങ്ങിയിട്ട് 11 മണിക്കൂർ കഴിഞ്ഞു. ഇനി 1 മണിക്കൂർ കൂടി ഉണ്ട്. അനന്ത വാശിയിൽ തപസ് ചെയ്യുകയാണ്. അനന്തയുടെ തപസ് എങ്ങനെ മുടക്കുമെന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് എരുള്. മനുഷ്യനായാലും നാഗങ്ങളായാലും പ്രണയം അവരെ എല്ലാവരെയും ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുവരും. അവളുടെ പ്രണയത്തെ രക്ഷിക്കാൻ അവൾ എന്ത് വില വേണമെങ്കിലും കൊടുക്കുമെന്നും പറഞ്ഞ് വിശാഖ അർത്ഥനാഗമായി മാറി ആര്യമ്മനെ വാലുകൊണ്ട് ചുറ്റുകയാണ്. നാഗകന്യകയെ നേരിട്ട് കണ്ട ഷോക്കിൽ നിൽക്കുകയാണ് ആര്യമ്മന് ഇതിലൊന്നും വിശ്വാസമില്ലാത്തതായിരുന്നു. നാഗകന്യയെ കണ്ട് പേടിക്കുന്ന പർമീത്തും പർജീത്തും രാകേഷും അവിടെ നിന്ന് ഓടി ഒളിച്ചിരിക്കുകയാണ്. വിശാഖ ആര്യമ്മനെ കൊത്തുകയും ആര്യമ്മൻ പിടയുകയും ചെയ്യുകയാണ്. അതെല്ലാം കാണുന്ന ആദർശിന്റെ ഫാമിലി പേടിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം അറിയുന്ന അഹാന കണ്ണു തുറക്കുകയാണ്. അഹാനയുടെ തപസ് മുടങ്ങിയത് കൊണ്ട് ആദർശിന്റെ ഫാമിലി വിഷമിച്ച് നിൽക്കുകയാണ്. ഒരു പ്രണയം കാരണമാണ് അവർക്ക് ശാപം കിട്ടിയത്. ഇപ്പോൾ അതേ പ്രണയം കാരണം അവർക്ക് കിട്ടേണ്ട ശാപമോക്ഷം കിട്ടാതെ പോയി എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് അവർ. ഈ സമയത്ത് കരഞ്ഞുകൊണ്ട് അഹാന ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് വരികയാണ്. ആര്യമ്മൻ മരിച്ചു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് പർമീത്തും പർജീത്തും. തുടർന്ന് ആര്യമ്മന്റെ അടുത്ത് വരുന്ന അഹാന വിഷമിച്ചിരിക്കുകയാണ്. ആര്യമ്മന്റെ അവസ്ഥ കണ്ട് അലറി വിളിച്ച് കരയുകയാണ് അഹാന. ഈ സമയം ആര്യമ്മൻ മരിക്കുകയാണ്. അത് കണ്ട് അഹാന എന്നെ വിട്ടു പോകരുത് ആര്യമ്മൻ എന്ന് ആവർത്തിച്ച് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന സുശാന്ത എറിളിനോട് ഇവർ നമ്മുടെ ശത്രുവായിരിക്കും, എന്നാലും എനിക്ക് അവരെ കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നുന്നു. പ്രണയം നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എനിക്ക് നന്നായി മനസ്സിലാകുമെന്ന് പറയുകയാണ് സുശാന്ത. നീ ഇതെല്ലാം മറന്നു കളയണം. ഇന്ന് രാത്രി വരദാനത്തിന്റെ ദിവസമല്ല, ഈ രാജ്യത്തിന്റെ നാശമാണെന്ന് പറയുകയാണ് എരുള്. എന്റെ ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആര്യമ്മനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് അഹാന ആര്യമ്മന്റെ ശരീരത്തിലെ വിഷം പുറത്തു കളയുകയാണ്. എല്ലാവരും അത് കണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ആര്യമ്മൻ രക്ഷപ്പെടുകയാണ്. ആര്യമ്മൻ രക്ഷപ്പെട്ടത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പർമീത്ത്. ആര്യമ്മനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുകയാണ് അഹാന. ഇതെല്ലാം കാണുന്ന വിശാഖ അഹാനയോട് ആര്യമ്മന് വേണ്ടി തപസ് വേണ്ടെന്ന് വെച്ചു അല്ലേ നീ എന്ന് പറഞ്ഞ് വിശാഖ അഹാനയെ കളിയാക്കുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന അഹാന പകുതി നാഗമായി മാറുന്നു. അഹാനയെ ആ രൂപത്തിൽ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ആര്യമ്മൻ. ശേഷം അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുകയാണ്. കുറച്ചു കഴിയുമ്പോൾ നാഗമായി മാറുന്ന അവർ രണ്ടുപേരും വാശിയോടെ ഫൈറ്റ് ചെയ്യുകയാണ്. അവസാനം വിശാഖ തോൽക്കുകയാണ്. ഇനി തപസ് തീരാൻ 1/2 മണിക്കൂർ കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ രാധിക ജയിക്കും. അതോടെ ഡ്രാഗൺസിന് കൂടുതൽ ശക്തി
കിട്ടും, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അഹാന തന്റെ പ്രണയത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, അതിനിടയിൽ നമുക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുകയാണ് ആദർശും ഫാമിലിയും. ശേഷം അവരുടെ അടുത്ത് പോകുന്ന അഹാന അവരോട് മാപ്പ് പറയുകയാണ്. തുടർന്ന് ആര്യമിന്റെ അടുത്ത് പോകുന്ന അഹാന ആര്യമിനോട് പൂർവിയും അഹാനയും അപരയും അനന്തകുലത്തിലെ നാഗറാണി അനന്തയും എല്ലാം ഞാനാണ്, ഞാൻ ഒരു നാഗകന്യകയാണ്. ഞാൻ ആര്യമിന്റെ ജീവിതത്തിൽ ആദ്യം വന്നപ്പോൾ എന്റെ മനസ്സിൽ വെറുപ്പും പ്രതികാരവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് അത് പതുക്കെ പതുക്കെ പ്രണയമായി മാറി. ഞാൻ ഏത് ഫാമിലിയെയാണോ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചത്, ആര്യമൻ ആ ഫാമിലിയിലുള്ള ആളായിരുന്നു. അവർ എന്റെ ഫാമിലിയെ ക്രൂരമായി കൊന്നു കളഞ്ഞു. അതിന് പ്രതികാരമായി അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ ഞാൻ കൊടുത്തു. ഞാൻ ആര്യമന്റെ ജീവിതത്തിൽ വന്നത് കുറെ കള്ളങ്ങൾ പറഞ്ഞാണ്, പക്ഷേ എനിക്ക് ആര്യമനോടുള്ള പ്രണയം ഒരിക്കലും കള്ളമായിരുന്നില്ല. ഞാൻ നാഗകന്യകയായിരിക്കാം, പക്ഷെ ഞാൻ ആര്യമനെ ചതിച്ചു എന്ന് ഒരിക്കലും ആര്യമൻ പറയരുത് എന്ന് പറയുകയാണ് അഹാന. അത് കേൾക്കുന്ന ഏരുള അഹാനയോട്, നിങ്ങൾ നിങ്ങളുടെ പ്രണയം പറഞ്ഞു പൂർത്തിയാക്കുമ്പോഴേക്കും രാധിക അവിടെ തപസ് പൂർത്തിയാക്കും, ജയിക്കുന്നത് നമ്മുടെ രാജ്യമായിരിക്കും എന്ന് പറയുകയാണ് ഏരുള്. ആ സമയം രാധിക എന്ന് വിളിക്കുന്നത് എല്ലാവരും കേൾക്കുകയാണ്. ആ വിളി രാധികയും കേൾക്കുകയാണ്. ആരോ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറി പോവുകയാണ്. അത് കാണുന്ന അഹാന അമ്മ എന്ന് പറയുന്നത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അത് അഹാനയുടെ അമ്മയാണെങ്കിൽ രാധികയുടെ അടുത്തേക്ക് അവർ പോകുന്നത് എന്തിനാണെന്ന് രാകേഷ് ചോദിക്കുമ്പോൾ പ്രഗതി അഹാനയുടെയും രാധികയുടെയും അമ്മയാണ് എന്ന് പൂരവ് പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരമ്മയുടെ മക്കളാണെങ്കിൽ രാധികയും നാഗകന്യകയാണോ എന്ന് വളരെ ടെൻഷനോടെ ആര്യമൻ ചോദിക്കുന്നത് കേൾക്കുന്ന ഏരുള്, രാധിക നാഗകന്യകയല്ല, രാധിക ഞാൻ പരീക്ഷിച്ച് ഉണ്ടാക്കിയെടുത്ത ഡ്രാഗണാണ്, എന്റെ മകളാണെന്ന് പറയുകയാണ് ഏരുള്. നാഗവും ഡ്രാഗണും എങ്ങനെ സഹോദരങ്ങളാകും എന്ന് പറഞ്ഞ് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് പർമീത്തും പർജീത്തും. പ്രഗതിയുടെ മക്കളാണ് ഇവർ രണ്ടുപേരും എങ്കിൽ രാധിക എന്തിനായിരിക്കും ഇവർക്കെതിരായിരിക്കുന്നത്? എന്ത് തന്നെ ആയാലും ഞാൻ രാധികയെ സഹായിക്കുമെന്ന് പറയുകയാണ് വിശാഖ. ഈ സമയം ക്ഷേത്രത്തിന്റെ അകത്ത് കയറുന്ന പ്രഗതിയെ കാണിക്കുകയാണ്. പ്രഗതി രാധികയുടെ അടുത്ത് പോവുകയാണ്. എന്നിട്ട് രാധികയോട്, ശേഷനാഗകുലത്തിലെ നാഗകന്യകയായ പ്രതയും പ്രാർത്ഥനയും പ്രഗതിയും ഞാനാണ്. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി പല പ്രാവശ്യം എനിക്ക് ജനിക്കേണ്ടി വന്നു. എന്റെ ലക്ഷ്യം തീർന്നു എന്ന് വിചാരിച്ച സമയത്താണ് അനന്തകുലത്തിലെ ശാപം തീർക്കാൻ വേണ്ടി എനിക്ക് അനന്തയ്ക്ക് ജന്മം കൊടുക്കേണ്ടി വന്നത്. എന്റെ കടമ നിർവഹിക്കുന്നതിനിടയിൽ എന്റെ കുഞ്ഞിനെ എനിക്ക് ഒറ്റയ്ക്ക് ആ ഗുഹയ്ക്കകത്താക്കേണ്ടി വന്നു. നിനക്ക് ഒത്തിരി പേടി തോന്നി കാണും അല്ലേ രാധിക? നീ ആ ഇരുട്ടത്ത് എന്നെ ഒത്തിരി അന്വേഷിച്ച് കാണും അല്ലേ രാധിക? നീ എന്നെ ഒത്തിരി നാൾ കാത്തിരുന്ന് കാണും അല്ലേ രാധിക? ഐ ആം സോറി രാധിക എന്നൊക്കെ പറയുകയാണ് പ്രഗതി. ഇതെല്ലാം കേൾക്കുന്ന രാധിക തപസ് ചെയ്യുന്നതിനിടയിൽ കരയുകയാണ്. ക്ഷേത്രത്തിന്റെ പുറത്ത് നിൽക്കുന്ന ഏരുള് രാധികയോട്, നീ അവര് പറയുന്നതൊന്നും കേൾക്കരുത് എന്ന് പറയുകയാണ്. നിനക്ക് നിന്റെ അമ്മയെ കാണാനും കെട്ടിപ്പിടിക്കാനും ആഗ്രഹം തോന്നുന്നില്ലേ എന്ന് പ്രഗതി ചോദിക്കുന്നത് കേട്ട് കണ്ണടച്ചിരുന്ന് കരയുകയാണ് രാധിക. ഇതെല്ലാം കാണുന്ന വിശാഖ രാധികയോട്, നീ ഒരിക്കലും കണ്ണ് തുറക്കരുത്, തപസ് കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. ക്ഷേത്രത്തിന്റെ അകത്ത് കണ്ണടച്ച് ഇരുന്ന് കരയുന്ന രാധിക കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറക്കുന്ന രാധിക പൊട്ടി പൊട്ടി കരയുകയാണ്. രാധിക പ്രഗതിയെ നോക്കുകയാണ്. പ്രഗതിയെ കാണുന്ന രാധിക പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പ്രഗതിയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് രാധിക അമ്മയോട്, ഞാനിപ്പോൾ മനുഷ്യനല്ല ഡ്രാഗൺ ആണ് എന്നൊക്കെ രാധിക ഒറ്റപ്പെട്ടതിന്റെ വേദനയും രാധികയുടെ മനസ്സിൽ വെറുപ്പുണ്ടായത് എങ്ങനെയാണെന്നും ഞാൻ തപസ് നിർത്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്റെ ചോദ്യത്തിനുള്ള ആൻസറിന് വേണ്ടിയാണെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന പ്രഗതി, ഞാൻ എന്റെ മകളുടെ അടുത്ത് തിരിച്ചു വരുമായിരുന്നു, പക്ഷേ അനന്തയെ പ്രസവിച്ച ഉടൻ ഞാൻ മരിച്ചു. നമ്മുടെ ശത്രു രാജ്യക്കാരാണ് എന്നെ കൊന്നത്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത കൊണ്ടാണ് എനിക്ക് ഇവിടേക്ക് വരാൻ കഴിഞ്ഞത്. നിനക്ക് ഒരിക്കലും ഡ്രാഗൺ ആകാൻ കഴിയില്ല. നീ നാഗകന്യകയാണ്, അല്ലെങ്കിൽ നീ മനുഷ്യനായിരിക്കും. നിനക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയാവൂ, നിനക്ക് വെറുക്കാൻ കഴിയില്ല. ഈ ജന്മം നിനക്ക് വേദനയും വിഷമവും വെറുപ്പും തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മം നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. ഇപ്പോൾ നീ എന്റെ കൂടെ വരണം. ഇപ്രാവശ്യം നിന്റെ കഥ വേദന കൊണ്ടല്ല പ്രണയം കൊണ്ട് എഴുതണം എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന രാധിക, നിങ്ങൾ ഒത്തിരി താമസിച്ചു പോയി എന്ന് വളരെ വിഷമത്തോടെ പറയുകയാണ് രാധിക. അത് കേട്ട് വിഷമിച്ചു നിൽക്കുകയാണ് പ്രഗതി. ഈ സമയം വിശാഖ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് വരികയാണ്. രാധികയുടെ അടുത്ത് വരുന്ന വിശാഖ രാധികയോട്, നിന്റെ ഇത്രയും വർഷത്തെ പ്രതികാരവും ദേഷ്യവും വെറുപ്പും എല്ലാം പോയോ രാധിക? നീ ഡ്രാഗൺ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നീ ഒരു മകളാണെന്ന് തെളിയിച്ചു. ഡ്രാഗന്റെ വിജയമായിരുന്നു ഇവിടെ സംഭവിക്കേണ്ടത്, പക്ഷെ നീ അതെല്ലാം ഇല്ലാതാക്കി എന്ന് പറഞ്ഞിട്ട് വിശാഖ നാഗമായി മാറുകയാണ്. അത് കാണുന്ന രാധിക ഡ്രാഗണായി മാറുന്നു. ശേഷം അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുകയാണ്. അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് കാണുന്ന പ്രഗതി വിശാഖയോട് മകളെ വെറുതെ വിടാൻ പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ട് പുറത്തു നിൽക്കുന്നവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. വിശാഖ ഡ്രാഗണെ ഉപദ്രവിക്കുകയാണ്. ഫൈറ്റിന്റെ അവസാനം രാധിക ബോധമില്ലാതെ വീഴുകയാണ്. അത് കാണുന്ന പ്രഗതി രാധികയുടെ അടുത്തേക്ക് പോകുന്നു. അഹാന രാധിക എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. രാധികയുടെ അവസ്ഥ കാണുന്ന പൂരവ് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോകാൻ ശ്രമിക്കുമെങ്കിലും പൂരവിന് അതിന് കഴിയുന്നില്ല. പൂരവ് തെറിച്ചുപോയി ദൂരേക്ക് വീഴുകയാണ്. രാധിക ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന പ്രഗതി വിശാഖ എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. വിശാഖ നാഗരൂപത്തിലാണ് നിൽക്കുന്നത്. നാളെ രണ്ടുപേരുടെയും താണ്ഡവവും ത്യാഗവുമാണ്. ആരായിരിക്കും വിജയിക്കുന്നത്? ഡ്രാഗന്റെ രാജാവ് വരുന്നത് എന്തിനായിരിക്കും എന്നൊക്കെ അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്